സ്റ്റാർട്ട് ചെയ്താലോ അപ്പേ ആൽവിൻ? സ്റ്റാർട്ട് ചെയ്യണം. സ്ക്രീൻ കാണുള്ളേ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കണം. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് എടുത്ത ടോപ്പിക് എല്ലാം റിവൈസ് ചെയ്തോ? എന്താ അവസ്ഥ? ആരും റിപ്ലൈ തരാമോ? ഹലോ ഹലോ, ചാറ്റിലിട്ടാലും മതി. ഓക്കെ, ഇപ്പൊ നമുക്ക് ബേസിക്കലി ഇപ്പൊ ഞാൻ ഇന്ന് എടുക്കാൻ പോണത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ഇപ്പൊ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അതിൽ അരിത്തമെറ്റിക്കും റിലേഷൻസിലും നിങ്ങൾ കേട്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അങ്ങനത്തെ ഓപ്പറേറ്റേഴ്സ്. പക്ഷെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ ഓപ്പറേറ്റേഴ്സ് എന്ന രീതിയിൽ കേട്ടാണല്ല, പക്ഷെ +2 ഫിസിക്സിലൊക്കെ നിങ്ങൾ കേട്ടാണ് ആൻഡ്, നോട്ട്, ഓർ എന്നൊക്കെ. സോ അപ്പൊ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഡിസിഷൻ മേക്കിംഗ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ എന്ന് പറയാം. അതായത് ഇപ്പൊ നിങ്ങൾ ഈഫൽസ് പഠിച്ചില്ലേ? ഈഫൽസിന് എങ്ങനെയാ? ഈഫൽസ് ഒരു കണ്ടീഷൻ ഇട്ടിട്ട് ഇപ്പൊ എന്തെങ്കിലും ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ലെസ് ദാൻ ആണെങ്കിൽ ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതർവൈസ് എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അതായത് 3 ടൈപ്പ് ഉണ്ട്, 3 ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതായത് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡ് ഗേറ്റ് തന്നെ. അതായത് ഇവിടെ കണ്ട എക്സാമ്പിൾ ഉണ്ടല്ലേ, C = അസൈൻ 5, D അസൈൻ 5. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ C = 5 ആൻഡ് D ഗ്രേറ്റർ ദാൻ 5. അതായത് ഈ രണ്ട് എക്സ്പ്രഷൻ ഇല്ലേ, C = 5, D ഗ്രേറ്റർ ദാൻ 5, ഇത് രണ്ടും ട്രൂ ആയാൽ മാത്രമേ ഈ ഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ നമുക്ക് ട്രൂ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം ഫാൾസ് ആയാൽ അത് ഫാൾസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, C = 5 ആണോ? യെസ്, C = 5 ആണ്. D ഗ്രേറ്റർ ദാൻ 5 ആണോ? അല്ല. 2 ഗ്രേറ്റർ ദാൻ 5 അല്ല. സോ അത് നമുക്ക് ഫാൾസ്. അതായത് ഇവിടെ 1 എന്ന് ഉദ്ദേശിക്കുന്ന ട്രൂ, 0 എന്ന് ഉദ്ദേശിക്കുന്ന ഫാൾസ്. ഓക്കെ, അത് നിങ്ങൾ കേട്ടാണെന്ന് വിചാരിക്കുന്നു. ഓൺ കണ്ടീഷൻ, ഓഫ് കണ്ടീഷൻ, അത് തന്നെയാണ് ഇവിടെ. 1 എന്ന് ഉദ്ദേശിക്കുന്ന ട്രൂ, 0 എന്ന് ഉദ്ദേശിക്കുന്ന ഫോൾസ്. സോ ലോജിക്കൽ ഓർ എന്താണ്? ലോജിക്കൽ ഓർ എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പ്രഷനിൽ ഏതെങ്കിലും ഒരു ഓപ്പറന്റ് ട്രൂ ആയ ആ എക്സ്പ്രഷൻ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യും. അതായത് ഇപ്പൊ സെയിം ഇത് തന്നെ, C അസൈൻ 5, D അസൈൻ 2. അപ്പൊ നമ്മൾ നോക്കുകയാണ്, എക്സ്പ്രഷൻ ഇങ്ങനെയാണ്, C = 5 ഓർ D ഗ്രേറ്റർ ദാൻ 5. നോക്കുകയാണ്, C = 5 ആണോ? യെസ്, C = 5 ആണ്. അപ്പൊ ഓൾറെഡി ഇത് ട്രൂ ആണല്ലോ. ഓർ ഗേറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയ അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതിന് ബേസിക് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുക, 2 ഗ്രേറ്റർ ദാൻ 5 ആണോ നോക്കുക. അല്ല, ഇത് ഫാൾസ്. ഇവിടെ ട്രൂ, ഇവിടെ ഫാൾസ്. സോ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് 1 റിട്ടേൺ ചെയ്യും. അടുത്താണ് ലോജിക്കൽ നോട്ട്. ലോജിക്കൽ നോട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ ഈ രണ്ടിടത്തിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫാൾസ് അല്ലെങ്കിൽ ട്രൂ. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ എക്സ്പ്രഷനിൽ ഈ പാരന്തസിസ് കണ്ടോ, ഈ എക്സ്പ്രഷൻ നമുക്കൊരു റിസൾട്ട് തിരിച്ചു തരും. ഇവിടെ C = 5 ആണ്. യെസ്, C = 5 ആണ്, ട്രൂ ആണ്. അപ്പൊ നെഗേഷൻ ഓഫ് 5, അതെ, നെഗേഷൻ ഓഫ് ട്രൂ, ട്രൂവിന്റെ നെഗേഷൻ, അതായത് ഓപ്പോസിറ്റ്, അതായത് ഫോൾസ്, നമുക്ക് അപ്പൊ 0 നമുക്ക് റിട്ടേൺ ചെയ്യും. അതായത് നമുക്ക് കിട്ടണ റിസൾട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യണം. സോ നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? റെസ്പോണ്ട്? ഓക്കെ, അപ്പൊ അടുത്തത് ഇങ്ങനെ മെയിൻ ടോപ്പിക് ഫങ്ഷൻസ്. സോ ഇത്രയും. ഓക്കെ, നോട്ട് ഒന്നുകൂടെ പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നോട്ട് ഇവിടെ കണ്ടില്ല നോട്ട്. ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം.
നിങ്ങൾക്ക് ഒന്നുകൂടെ ഇത് ഞാൻ വിട്ടുപോയതാണ്, സോറി. ഓക്കെ, അപ്പൊ ഇത് നോക്കുക, ഈ പ്രോഗ്രാം നോക്കുക, ഉണ്ടോ? പ്രോഗ്രാം കാണണല്ലോ, ക്ലിയർ അല്ലേ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ നോക്കുക, എ അസൈൻ 4 ആണ്, ബി അസൈൻ 10 ആണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ നോക്കുമ്പോൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ 3 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 8 ആണ്. സോ നമ്മൾ നോക്കുക, എ 4 ആണ്, 4 എന്താണ് 3-നേക്കാളും ഗ്രേറ്റർ ആണ്. അതുപോലെ ബി 10 ആണ്, 10 8-നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പൊ ഇത് രണ്ടും ട്രൂ ആണ്, ഇത് ട്രൂ ആണ്, ഇത് ട്രൂ ആണ്. സോ ആൻഡ് നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യും. അതായത് അപ്പൊ ഈ ബ്ലോക്ക് ഉണ്ടല്ലേ, ജസ്റ്റ് ഒന്ന് കമന്റ്. അപ്പൊ നമുക്ക് ഈ റിസൾട്ട് ട്രൂ ആയതുകൊണ്ട് നമുക്ക് ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ആയി. ഉണ്ടോ? എ മീൻ ലോജിക്കൽ ആൻഡ്. ഇനി അടുത്തത് നമുക്ക് ഇത് ഓർ നോക്കാം. ഓറിൽ ഏതെങ്കിലും ഒരെണ്ണം, അതായത് ഇപ്പൊ എ ഗ്രേറ്റർ ആൻ 50, 50ക്ക് ഗ്രേറ്റർ ആണോ ചെക്ക് ചെയ്യും. ഇവിടെ അല്ല, 50ക്ക് ഗ്രേറ്റർ അല്ല. സോ നമ്മൾ അടുത്ത് നോക്കാണ്, ബി ഗ്രേറ്റർ ദാൻ 0 ആണോ? യെസ്. 10 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ നമ്മൾ ലോജിക്കൽ ഓർ ബ്ലോക്കിലാണ്, അതായത് ഈ ബ്ലോക്കിലാണ് നമ്മളിപ്പോ. അപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഐ മീൻ ലോജിക്കൽ ഓർ. സോ അടുത്തത് നോട്ട്. ഇവിടെ നോക്കുക, എ ഈക്വൽ ടു ബി ആണോ? എ ഈക്വൽ ടു ബി ആണോ? 4 10-ന് ഈക്വൽ ആണോ? അല്ല. ഇവിടെ ആക്ച്വലി നമുക്ക് ഈ എക്സ്പ്രഷൻ കണ്ടോ, എ ഈക്വൽ ടു ബി, ഇത് നമുക്ക് റിട്ടേൺ ചെയ്യണം എന്താ? ട്രൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യണത്. അല്ല, ഫോൾസ്, സോറി, ഫോൾസ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യണത്. കാരണം 4ഉം 10 ഈക്വൽ അല്ല. സോ നമുക്കിവിടെ ഫോൾസ്. പക്ഷെ നെഗേഷൻ ഉള്ളതുകൊണ്ട് ഫോൾസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രൂ നമുക്കിവിടെ റിട്ടേൺ ചെയ്യും. മനസ്സിലായോ? ഉണ്ടോ? ഐ മീൻ ലോജിക്കൽ നോട്ട്. അപ്പൊ ഇവിടെ നെഗേഷൻ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഫോൾസ് ആണ്, ഫോൾസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രൂ നമുക്ക് ഇവിടെ തരും. അപ്പൊ ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആണ്. സോ ബേസിക്കലി ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. നോട്ട് മനസ്സിലായില്ലേ? കമന്റ് ഇട്ട ആൾ പറയൂ നോട്ട് മനസ്സിലായോ എന്ന്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് നമുക്ക് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, നമ്മൾ ആൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്, നോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഓർ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണ നമ്മൾ ബോട്ട്മാസ് തിയറി ഒക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ പാരാന്തസിസ് ആണ് ഏറ്റവും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. ഇവിടെ ഈ എക്സ്പ്രഷൻ നോക്കുക, ഈ എക്സ്പ്രഷൻ നോക്കുമ്പോൾ ഇതിനകത്ത് പാരാന്തസിസ് ഈ കിടക്കണയാണ്, അതിൻ്റെ ഉള്ളിൽ പാരാന്തസിസ് ഈ കിടക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ എ ഈക്വൽ ടു ബി ആണോ? അല്ല, ഫോൾസ്. പക്ഷെ നെഗേഷൻ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ട്രൂ തിരിച്ചു തന്നു. ഇവിടെ ഓർ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയ ഇത് ഫുള്ളും ട്രൂ ആവും, കാരണം ഇത് ഓറാണ്. അപ്പൊ ഇത് ഫുള്ളും ട്രൂ ആണ്. അപ്പൊ ഇവിടെ നോക്കുക, അടുത്തത് എ ഈക്വൽ ടു 4 ആണോ? എ ഈക്വൽ ടു 4 ആണ്. അപ്പൊ ഇതും ട്രൂ ആണ്. അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ, ഈ കണ്ടീഷൻ ട്രൂ. അപ്പൊ രണ്ടും ട്രൂ ആയപ്പോ ഈ നമുക്ക് ട്രൂ തിരിച്ചു തന്നു. അപ്പൊ ബേസിക്കലി ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഉണ്ടോ? ഐ മീൻ കോമ്പിനേഷണൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. സോ അത് മനസ്സിലായില്ലേ? ഹലോ, ഫോർമാറ്റ് ഒക്കെ കാണാപ്പാടം പഠിക്കണം. എങ്ങനെ മനസ്സിലായില്ലോ? ഓടിയിട്ട് പറയാമോ എങ്ങനെ ഉദ്ദേശിച്ചേ? എന്താ ഉദ്ദേശിച്ചേ? ഫോർമാറ്റ് ഫുള്ള് നമ്മൾ ടൈപ്പ് ചെയ്ത് ഒറ്റയ്ക്ക് ഉണ്ടാക്കണം. ഏത്? ഗ്രീൻ കളർ. എനിക്ക് ഓഡിയോ ക്ലിയർ ആവണല്ലോ. ഗ്രീൻ കളർ ഫോർമാറ്റ് നമ്മൾ ഒറ്റയ്ക്ക് ടൈപ്പ് ചെയ്യണം. ഇതാണോ ഉദ്ദേശിച്ചേ? അതെ. ആ, ഓക്കെ, ഇത് പറഞ്ഞു തന്നിട്ടില്ല, ഇത് കമന്റ് എന്നാണ്. കമന്റ് പറഞ്ഞു തന്നില്ലല്ലേ? കമന്റ് എന്ന് ചോദിച്ചാൽ നമ്മള് ഇതൊക്കെ നമുക്ക് പ്രോഗ്രാമിന് ആവശ്യമുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പ്രോഗ്രാമേഴ്സ് കോഡ് എഴുതുമ്പോ ഇപ്പൊ നിങ്ങളൊരു കോഡ് എഴുതാണ്, ഒരു 100 ലൈനൊക്കെ ഉള്ള കോഡ് എഴുതാണ്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ മാസം കോഡ് എഴുതി, ഓക്കെ, ഞാൻ കോഡ് എഴുതി, ഒരു 3 മാസം കഴിഞ്ഞ് നിങ്ങളെ സെയിം കോഡൊക്കെ വന്നപ്പോ ഒരു കുന്തോ മനസ്സിലാവില്ല. അപ്പൊ അത് മനസ്സിലാൻ വേണ്ടി നമുക്കിവിടെ കമന്റ് ചെയ്യാം, ഹേയ് ദിസ് ഈസ് എ കമന്റ്. ഓക്കെ, അതായത് നമുക്കിവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഇതുണ്ട്, ഇത് സിംഗിൾ ലൈൻ കമന്റ് ആണ്. നമുക്ക് മൾട്ടി ലൈൻ കമന്റ് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ
ഉണ്ടോ? ഇത് മൾട്ടി ലൈൻ കമന്റ് ആണ്. // സ്റ്റാർ // മനസ്സിലായോ? ഇത് കമന്റ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് മനസ്സിലാവാനൊക്കെ അവിടെ കമന്റ് യൂസ് ചെയ്ത് ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ കമന്റ് ഇട്ടിട്ട് A4 ആണ്, A എന്തിനാണ് യൂസ് ചെയ്യണത്, B എന്തിനാണ് യൂസ് ചെയ്യണത് നമുക്ക് വേണമെങ്കിൽ കമന്റ് ഇട്ട് ടൈപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് കോഡ് റീഡബിലിറ്റിയും കൂടും, പിന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. മനസ്സിലായോ? ഇത് പറഞ്ഞില്ലായിരുന്നു അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ മനസ്സിലായില്ലേ? അടുത്തിലേക്ക് കിടക്കട്ടെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹലോ. ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് കിടക്കാം. അടുത്തത് ഫങ്ഷൻസ്. ഓക്കെ, അപ്പൊ ബേസിക്കലി നിങ്ങളിപ്പോ നാം കൊണ്ട് നിങ്ങളൊരു ചെറിയ പ്രോഗ്രാംസ് ഒക്കെ എഴുതാൻ പഠിച്ചു. പക്ഷെ നമ്മളെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇനി മുന്നോട്ട് കോഡൊക്കെ എഴുതുവാണെങ്കിൽ നിങ്ങൾ ലൈൻസിന്റെ എണ്ണം കൂടും. അതായത് ഇപ്പൊ 10 ലൈൻ 20 ലൈനൊക്കെ ഉള്ള മാത്സ് നിങ്ങൾ എഴുതണ കോഡ് ഇപ്പൊ നിങ്ങൾക്ക് ഇനി കുറെ നാളെ കഴിയുമ്പോൾ 100 ലൈനൊക്കെ എഴുതും, വേണമെങ്കിൽ അതിൽ കൂടുതൽ 500 ലൈനൊക്കെ കോഡൊക്കെ എഴുതും. പക്ഷെ അന്നേരം ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഈ കാര്യം എല്ലാം പിന്നെ ഡ്യൂപ്ലിക്കേഷൻ വരും. അതായത് ഒരു കോഡ് എഴുതിയത് നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അവിടെ തന്നെ സെയിം കോഡ് എഴുതേണ്ടി വരും. അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻസ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. അതായത് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക്, അതായത് അഡീഷൻ ആണോ സബ്സ്ട്രാക്ഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ത് ടാസ്ക് ആയാലും നമുക്ക് ആ ചില സ്ഥലത്തൊക്കെ നമുക്ക് അത് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു 10 ലൈനിന്റെ ഉള്ളിൽ എനിക്കൊരു അഡീഷൻ ആവശ്യം വന്നു, പിന്നെ എനിക്ക് ഒരു 50 to 60 ഇടയ്ക്ക് എനിക്ക് വേറൊരു അഡീഷൻ ആവശ്യം വന്നു, അത് കഴിഞ്ഞൊരു 150 160 ഇടയ്ക്ക് എനിക്ക് അടുത്ത അഡീഷന്റെ ആവശ്യം വന്നു. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും എഴുതണ്ടേ. അപ്പൊ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫങ്ഷൻസ്, അതായത് ഒരു സ്മോൾ ബ്ലോക്സ് ഓഫ് കോഡാണ് ഫങ്ഷൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫങ്ഷൻസ് ഒരു ഇൻപുട്ട് എടുക്കും, പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട കമ്പ്യൂട്ടേഷൻ അതിനുള്ളിൽ എഴുതും, അത് കഴിഞ്ഞ് ഔട്ട്പുട്ട് തരും. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഏറ്റവും റിയൽ ലൈഫിലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ അരി പഠിപ്പിക്കാൻ പോകുമ്പോൾ എന്താ ആ ബില്ലില് നമ്മളിവിടെ ഇൻപുട്സ് ഇവിടെ നമ്മൾ നമ്മുടെ അരി ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ മെഷീൻ നമുക്ക് അത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് അരിപ്പൊടി തരും. അപ്പൊ അതുപോലെ തന്നെയാണ് ഫങ്ഷൻസും കോഡിങ്ങിൽ വർക്ക് ചെയ്യണത്. ഫങ്ഷൻ എന്താണെന്നൊരു ബേസിക് ഐഡിയ കിട്ടിക്കാണും. അപ്പൊ ഫങ്ഷൻസ് എന്തിനാന്നുള്ളൊരു മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒന്നുമില്ല, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോഡ് നീറ്റ് ആയിരിക്കും, ഭയങ്കര കോഡ് ക്ലീൻ ആയിരിക്കും, പിന്നെ ഈസിലി റീഡബിൾ ആയിരിക്കും. അതൊരു പ്രോഗ്രാമിന്റെ കഴിവാണ് കോഡ് എത്രത്തോളം നീറ്റ് ആയിട്ട് എഴുതുക, റീഡബിൾ ആയിട്ട് എഴുതുക. അപ്പൊ ഫങ്ഷൻസ് അതിനൊരു ഡിപ്പെൻഡൻസി ആണ്. പിന്നെ കോംപ്ലക്സിറ്റി, അതായത് ഇപ്പൊ നിങ്ങളൊരു ഇപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് എഴുതുന്നത് വിചാരിക്കുക. അപ്പൊ ഇത് 2-3 5-6 സ്ഥലത്ത് ആവശ്യം വന്നിരിക്കും, നിങ്ങൾ ആ കോംപ്ലക്സിറ്റി എല്ലാം ഉൾക്കൊള്ളിച്ച് പിന്നെ എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഫങ്ഷൻസ് ഒരുപാട് യൂസ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ആ ഫംഗ്ഷൻ എടുക്കുക. ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബില്ലിന്റെ എക്സാമ്പിൾ നമ്മൾ ഇൻപുട്ട് എടുക്കുക, ഔട്ട്പുട്ട് തിരിച്ചു മേടിക്കുക. പിന്നെ ഈസി ടു ഡീബഗ്. അപ്പൊ പ്രോഗ്രാമിൽ ഒരു 10,000 ലൈനുള്ള ഒരു കോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഡീബഗ് ചെയ്യാം. അതായത് അത് കറക്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ ഫങ്ഷൻസ് ആയിട്ട് എഴുതിയെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഫംഗ്ഷൻസിന്റെ ഉള്ളിൽ മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഫങ്ഷൻസ് എന്താണെന്നും എന്തിനാണെന്നൊരു ഐഡിയ കിട്ടിക്കാണും. അപ്പൊ ബേസിക്കലി 2 ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട് ടോപ്പ് ലെവലില്. ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ലൈബ്രറി ഫങ്ഷൻസ് എന്താന്ന് വെച്ചാൽ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള, അത് ഓൾറെഡി സി ഉണ്ടാക്കിയവര് നമ്മുടെ കുറച്ച് ഈസിനെസ്സിന് വേണ്ടിയിട്ട് അവര് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ആണ്. ഇപ്പൊ ബേസിക് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കണ്ടു കാണും ഫസ്റ്റ് സെഷനിലൊക്കെ ആയിട്ട് പ്രിന്റ്എഫ്, സ്കാൻഎഫ്, പിന്നെ അതുപോലെ ഇഷ്ടം പോലെ വേറെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് എന്തായാലും ഒഴിച്ചുകൂടാത്ത കുറെ ഫങ്ഷൻസ്. സോ അതിന്റെ ഒന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, അപ്പൊ അത് ഓൾറെഡി അവർ എഴുതിയിട്ടുണ്ട്. അതാണ് ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന ഫങ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഒരു ഫങ്ഷൻ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഇപ്പൊ ഈ ഫങ്ഷന് സിൻടാക്സും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഡീപ്പായിട്ട് ഒന്നുകൂടെ ഇറങ്ങാം. ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചാൽ റിട്ടേൺ ടൈപ്പ്, നമുക്ക് എന്താണോ ഫംഗ്ഷൻ തിരിച്ചു തന്നത് അതിന്റെ ടൈപ്പ് റിട്ടേൺ ടൈപ്പ്.
നമുക്ക് ഫംഗ്ഷൻ എന്താണ് തിരിച്ചെന്നത് അതിന്റെ ടൈപ്പ്. ഇപ്പൊ ഫ്ലോട്ട് ആണോ, ഒരു ഡെസിമൽ പോയിന്റ് നമ്പർ ആണോ തന്നെ, ഓക്കെ ഫ്ലോട്ട്. ഒരു ക്യാരക്ടർ ആണോ തന്നത്, ഓക്കെ ഒരു ക്യാരക്ടർ. ഇൻറ്റീജർ ആണെങ്കിൽ ഇന്റ്. പിന്നെ ഒന്നും നമുക്ക് തിരിച്ചെന്നില്ല, നമുക്ക് ഫംഗ്ഷൻ നമുക്ക് ഒന്നും തിരിച്ചെന്നില്ല, അത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്കൊന്നും തിരിച്ചെന്നില്ലെങ്കിൽ വോയിഡ് എന്ന് എഴുതും. പിന്നെ ഫംഗ്ഷൻ നെയിം, നമുക്ക് ആ പ്രോസസ്സിന് നമ്മൾ കോമൺ ആയിട്ട് ഒരു പേര് വിളിക്കില്ല. ഇപ്പൊ അഡീഷൻ ആണെങ്കിൽ അഡീഷൻ വിളിക്കാം, ആഡെന്ന് വിളിക്കാം, എന്ത് വേണം വിളിക്കാം, ഫംഗ്ഷൻ നെയിം. പിന്നെ പാരാമീറ്റേഴ്സ്, ആ ഫംഗ്ഷന് വേണ്ട ഇൻപുട്സ് ആണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഹൗ ടു ഡിഫൈൻ എ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇതിന് ഹെഡർ എന്നാണ് പറയുന്നത്. ഫംഗ്ഷൻ ഡിക്ലെയർ അല്ലേ, ഇതിന് ഹെഡർ എന്ന് പറയും. ഹെഡറിനകത്ത് 2 ബ്രേസസ് ഓപ്പൺ ചെയ്ത് നമ്മുടെ റൂള്, അതായത് നമുക്ക് എന്താണ് ഇവിടെ കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടത് ആ കോഡ് അവിടെ എഴുതും. ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണത്. ഓക്കെ, ഇനി സി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ മിക്കവർക്കുള്ള ഡൗട്ടാണ്, ബോയിലർ പ്ലേറ്റ് കോഡ് കണ്ടിട്ടില്ലേ, ഹാഷ് ഇൻക്ലൂഡ് std.h ഇൻറ്റു മെയിൻ, അതിൻ്റെ ഉള്ള റിട്ടേൺ 0. ഇപ്പം എല്ലാവർക്കും ഡൗട്ട് ഒന്നാണ്, എന്തിനാണ് മെയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടത്, എന്താണ് അവിടെ റിട്ടേൺ 0, എന്തിനാണ് ഞാൻ ഹാഷ് ഇൻക്ലൂഡ് std.h ഇട്ടേക്കണം, അതൊക്കെ ഡൗട്ട് വന്ന് കാണാം. അപ്പൊ ആദ്യം മെയിൻ ഫംഗ്ഷൻ തുടങ്ങാം. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അത് കമ്പൈലറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യാൻ തുടങ്ങുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. പിന്നെ മെയിൻ ഫംഗ്ഷൻ ആണ് നമ്മുടെ പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യേണ്ടത്. അത് ഈ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ കുറെ കോഡൊക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ, അതുപോലെ നമ്മൾ എഴുതിയ ഫംഗ്ഷൻസും മറ്റു ഫംഗ്ഷൻസ് ഒക്കെ എഴുതി കാണുള്ളൂ, അതിനൊക്കെ വിളിക്കണത് മെയിൻ ഫംഗ്ഷൻ ആണ്. അതായത് ഇപ്പൊ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ബോഡി, നമ്മുടെ ഹ്യൂമൻ ബോഡി അതൊരു പ്രോഗ്രാം ആണ്. നമ്മുടെ ബ്രെയിൻ ആണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. അപ്പൊ മെയിൻ നമ്മുടെ ബോഡിക്ക് അത് ഇഷ്ടം പോലെ ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ വർത്താനം പറയുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ. അപ്പൊ ബ്രെയിൻ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ ആണെങ്കിൽ ഓക്കെ, ഹെർട്ടിന് ഹെൽപ്പ് ചെയ്യും. നമുക്ക് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് നാവുണ്ട്, നമുക്ക് സ്മെല് ചെയ്യാനാണെങ്കിൽ നമുക്ക് നോസ് ഉണ്ട്. അതൊക്കെ ഫങ്ഷൻസ് എന്ന് പറയാം. മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആണ്. പിന്നെ മെയിൻ ഫംഗ്ഷനെ എപ്പോഴെങ്കിലും പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുക, അതിന്റെ പവർ മെയിൻ ഫങ്ഷൻസിനാണ്. മെയിൻ ഫംഗ്ഷന്റെ സ്ട്രക്ചർ ആണിത്. അതായത് ഹാഷ് ഇൻക്ലൂഡ് std.h. ഇതാണല്ലേ ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പ്രിന്റ് എഫ്, സ്കാൻഎഫ് അതുപോലുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇങ്ങനെ ഓരോ ഫയലിലാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്, ഓരോ ഫയലിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫംഗ്ഷൻ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇൻ കേസ് നിങ്ങളൊരു ഹെഡർ ഫയൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതാം ഹാഷ് ഇൻക്ലൂഡ് ഒരു ഡബിൾ കോട്ടിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഹെഡർ ഫയലോട് ഇൻക്ലൂഡ് ചെയ്യാം. അതൊക്കെ കുറച്ച് അഡ്വാൻസ് ലെവലാണ്, അതൊക്കെ നിങ്ങൾ പയ്യെ പഠിക്കും. ഇപ്പൊ ഇത് പ്രിന്റ് എഫ്, സ്കാൻഎഫ് അതുപോലുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഇൻറ്റ് മെയിൻ പ്രിന്റ് എഫ് ഹലോ വേൾഡ് റിട്ടേൺ 0. ഇവിടെ ഇന്റ് ഉണ്ടോ, ഇവിടെ ഇന്റ് നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ ഫംഗ്ഷൻ ഹെഡറിനെ കുറിച്ച് ഉണ്ടോ, ഇവിടെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ്. ഇവിടെ നോക്കുകയാണെങ്കിൽ റിട്ടേൺ ടൈപ്പ് റിട്ടേൺ 0. എന്താ ഒരു ഇൻറ്റീജർ നമ്പർ ആണ്, അതുകൊണ്ടാണ് ഇന്റ്. നമുക്ക് വോയിഡ് ഇടാം, വേണമെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ മെയിൻ ഒന്നും റിട്ടേൺ ചെയ്യണമല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും ഇടണ്ട, ജസ്റ്റ് റിട്ടേൺ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിൽ പ്രിന്റ് എഫ് ഹലോ വേൾഡ് എന്ന് എഴുതാം. ഓക്കെ, ഈ പ്രോഗ്രാം നോക്കിയാൽ ഉണ്ടോ ഇൻറ്റ് മെയിൻ, ഇത് നോക്കണ്ട കേട്ടോ, ഇത് നമ്മുടെ പാരാമീറ്റേഴ്സ്, അത് ഡിഫോൾട്ട് ആയിട്ട് എടുക്കുന്ന പാരാമീറ്റേഴ്സ് ആണ്. ഇൻറ്റ് മെയിൻ റിട്ടേൺ 0. ഈ റിട്ടേൺ 0 എന്തിനാ ഇട്ടേക്കണം എന്ന് മിക്കവർക്കും ഡൗട്ട് ഉണ്ടാവും. ഈ റിട്ടേൺ 0 ഇടാൻ കാരണം ഇത് സ്റ്റാൻഡർഡൈസ് ആണ്. അതായത് നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി റൺ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റൺ ചെയ്യാം. ഇതിനകത്ത് കാണിക്കില്ല, പക്ഷെ വേറെ ഇതിപ്പോ റിപ്ലിറ്റിൽ കാണിക്കില്ല, വേറെ ഡിഫറെന്റ് കമ്പൈലേഴ്സിൽ നമുക്ക് അടിയിൽ കാണാം ഇങ്ങനെ പ്രോഗ്രാം സക്സസ്ഫുള്ളി ടെർമിനേറ്റഡ് വിത്ത് 0 എന്ന് കാണിക്കാം. ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഈ സെമിക്കോളൻ അങ്ങ് ഒഴിവാക്കി, റൺ ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, കമ്പൈലർ എക്സ് സ്റ്റാറ്റസ് 1, അതായത് നോൺ സീറോ നമ്പർ. 0 ആണെങ്കിൽ അതിന് മീനിങ് നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുൾ ആണ്, നോൺ 0 ആണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ നമ്മള് പ്രോഗ്രാം നോക്കുകയാണ്, ഓക്കെ ഞാനൊരു സെമിക്കോളൻ മിസ് ചെയ്തിട്ടുണ്ട്, സെമിക്കോളൻ ഇട്ട് കൊടുത്തു, റൺ ചെയ്തു, ഓക്കെ ഹലോ വേൾഡ് സക്സസ്ഫുള്ളായി. മെയിൻ ഫംഗ്ഷൻ ക്ലിയർ ആയില്ലേ? നേരത്തെ സെഷനിലൊക്കെ ആർക്കും ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ മനസ്സിലായോ? ഹലോ, എന്താ റിപ്ലൈ ഒന്നും ഇല്ലാത്ത? ഓക്കെ,
ഇനി നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, നമുക്ക് നമ്മുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. നമ്മളോട് ഒരാൾ നമുക്കൊരു കോഡിൽ ആവശ്യം വരികയാണ്. ഓക്കെ, രണ്ട് നമ്പേഴ്സിന്റെ സമ്മാണ് നം1 നം2, രണ്ട് വേരിയബിൾസ്, അതായത് രണ്ട് ആർബിട്രറി ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിന്റെ സമ്മാണ്. ഓക്കെ, സമ്മാണുള്ള ഒരു ഫംഗ്ഷൻ എഴുതാൻ പറയുകയാണ്. നമ്പേഴ്സിന്റെ ടൈപ്പ് നോക്കുക. നമ്പേഴ്സിന്റെ ടൈപ്പ് എന്താ? ഇൻറ്റീജേഴ്സ് ആണ്. സമ്മിന്റെ ടൈപ്പ് എന്താ? ഇൻറ്റീജർ ആണ്. ഓക്കെ, അപ്പൊ നമ്പേഴ്സിന്റെ ടൈപ്പ് ഇൻറ്റീജർ ആണ്, സമ്മിന്റെ ടൈപ്പ് ഇൻറ്റീജർ ആണ്. അപ്പൊ നമ്മൾ ആ നമ്പേഴ്സ് ഫംഗ്ഷൻസിലേക്ക് പാസ് ചെയ്യണം. അത് കഴിഞ്ഞ് ആ സം വാല്യൂ നമുക്ക് പ്രോസസ് ചെയ്താൽ കമ്പ്യൂട്ടേഷൻ കഴിഞ്ഞ് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ നമുക്ക് എന്താ? ഒരു ഇൻറ്റീജർ ടൈപ്പ് ആണ്. ആ നമ്പേഴ്സിന്റെ സം എന്നുള്ള ഇതൊരു ഇൻറ്റീജർ ടൈപ്പ് ആണ്. അപ്പൊ ഞാൻ എങ്ങനെ ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും? അപ്പൊ നമ്മൾ ആദ്യം ആ ക്വസ്റ്റൻ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്ക് ഒരു ഫംഗ്ഷന്റെ പേര് ആടെന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, എന്റെ ഫംഗ്ഷന്റെ പേര് ആടെന്നാണ്. ആ ആഡ് ഫംഗ്ഷൻ രണ്ട് ഇൻപുട്ട് എടുക്കുന്നുണ്ട്, നം1 നം2. അതിന്റെ ടൈപ്പ് എന്താ? ഇൻറ്റീജർ ടൈപ്പ് ആണ്. പിന്നെ അതുപോലെ സമ്മ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണത്? നമ്മൾ നേരത്തെ അരിമിലിന്റെ എക്സാമ്പിൾ അതൊന്ന് എടുക്കുക. ഓക്കെ, ഇൻപുട്ട് നം1 നം2, അതിന്റെ ടൈപ്പ് ഇന്റ് ആണ്. ഇവിടെയാണ് നമ്മുടെ റൂള്, നമ്മുടെ കമ്പ്യൂട്ടേഷൻ പ്രോസസ്സ് സം ഈക്വൽ ടു നം1 പ്ലസ് നം2. എന്താണ് തിരിച്ചത്? സം എന്നതിന്റെ ഔട്ട്പുട്ട് നമുക്ക് തിരിച്ചുണ്ട്. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം. ഫംഗ്ഷൻ ഡിക്ലെയർ നോക്കുക, ഇന്റ് ആഡ്. ഇന്റ് നമ്മുടെ സമ്മിന്റെ റിട്ടേൺ ടൈപ്പ് അല്ലേ, അത് ഇന്റ് ആഡ്. നമ്മുടെ ഫംഗ്ഷൻ നെയിം ഇന്റ് നം1 നം2. ഇതാണ് നമ്മുടെ പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ ഇരിക്കണം നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇനി നമ്മുടെ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. ഇങ്ങനെ ഡിഫൈൻ ഇന്റ് ആഡ് ഇന്റ് നം1 ഇന്റ് നം2. ഓക്കെ, ഇന്റ് സം ഈക്വൽ ടു 0. ഞാൻ ഒരു സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തു. സമ്മിന്റെ വാല്യൂ നം1 പ്ലസ് നം2 ആയിട്ട് കൊടുത്തു. റിട്ടേൺ സമ്മ്, എനിക്ക് സമ്മ് റിട്ടേൺ ചെയ്തു. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ, നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ രണ്ട് വേരിയബിൾ ഇന്റ് എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു എന്നല്ലോ പറയണ്ട, അസൈൻ എന്നാട്ടോ പറയണ്ടേ. ഇന്റ് എ അസൈൻ 0, ബി അസൈൻ 0. നമ്മൾ കൺസോൾ വിൻഡോയിൽ പറയാണ് രണ്ട് നമ്പേഴ്സ് തരാൻ പറയുന്നു. ഓക്കെ, രണ്ട് നമ്പേഴ്സ് ഞാൻ മെമ്മറിയിൽ അലൊക്കേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സമ്മേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഇതിനാണ് കണ്ടോ മെയിൻ ഫംഗ്ഷൻ ഇവിടെ ഈ ആടുന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം എത്തി നിൽക്കുന്നത് ആടുന്നുള്ള ഫംഗ്ഷൻ. ഈ നമ്മുടെ കമ്പയർ നോക്കുകയാണ്. ഓക്കെ, ആട് എവിടെയാണ് കിടക്കണം നോക്കും. ആട് എവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നോക്കുകയാണ് എങ്ങനെ ഫംഗ്ഷൻ ഉണ്ടാക്കിക്കണം. ഇന്റ് നം1 നം2 ബാക്കി ഡെഫിനിഷൻ. അപ്പൊ നമ്മുടെ ഈ എയും ബിയും ഇവിടേക്ക് പാസ് ചെയ്യും. എ ഇവിടേക്ക് പോവും, ബി എവിടേക്ക് പോവും. ഈ എ ഇവിടേക്ക് പാസ് ചെയ്യും, ഒരു കോപ്പി പാസ് ചെയ്യും. ബിയുടെ ഒരു കോപ്പി ഇവിടെ പാസ് ചെയ്യും. ഇതിന്റെ ടൈപ്പ് ഇന്റ് ആണ്. ഇവിടെ പാസ് ചെയ്തു. നമുക്ക് സമ്മ് എന്നുള്ള വേരിയബിൾ നമുക്കിവിടെ റിട്ടേൺ ചെയ്തു. ഇപ്പൊ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് സമ്മ് എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് രണ്ട് നമ്പറിന്റെ സമ്മ് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ ഫംഗ്ഷൻ അതാണ് റിട്ടേൺ ചെയ്യുന്നത്. കണ്ടോ, രണ്ട് നമ്പറും നമ്മൾ ഇൻപുട്ട് വെച്ചു. ഓക്കെ, 30 കിട്ടി. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതാട്ടോ, അതായത് ഇവിടെ തന്നെ എഴുതണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഈ സെയിം സാധനം ഉണ്ടല്ലോ ഇവിടെ എഴുതാം. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഫംഗ്ഷന്റെ ഒരു പ്രോട്ടോടൈപ്പ് കൊടുക്കണം. അതായത് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടെന്ന് നോക്കും. അതായത് നമ്മളിപ്പോ ഒരു വണ്ടിയുടെ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബേസിക് ആയിട്ടുള്ള മോഡലാണ്. ഒരു കാർ എങ്ങനെ ഇരിക്കണം, കാറിന് വിൻഡോ ഉണ്ട്, സീറ്റ് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, അങ്ങനെ എല്ലാ പാർട്സും ഉണ്ട്. അപ്പൊ കമ്പയർ നോക്കുകയാണെങ്കിൽ ഈ ആടുന്ന ഒരു ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ് ആണ്. ആടെന്താണ് നമുക്ക് റിട്ടേൺ ചെയ്യണത്? ഇൻറ്റീജർ ടൈപ്പ് ആണ്. രണ്ട് ഇൻറ്റീജേഴ്സ് അത് പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ നം1 നം2 ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, കാരണം ഇത് പ്രോട്ടോടൈപ്പ് ആണ്. പിന്നെ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ നം1 നം2 അത് തന്നെയായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ എന്താണോ കൊടുത്തത് അത് തന്നെയായിരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അത് കോപ്പി ചെയ്യും. ഈ എയുടെയും ബിയുടെ വാല്യൂ ഇവിടേക്ക് കോപ്പി ചെയ്യും, അത് പ്രോസസ് ചെയ്യും, സമ്മ് നമുക്ക് റിട്ടേൺ ചെയ്യും. ഉണ്ടോ, സെയിം റിസൾട്ട് നമുക്ക് തന്നെ കിട്ടി. സമ്മ് 30 കിട്ടി.
ഇപ്പൊ ഫംഗ്ഷന്റെ ഐഡിയ നമുക്ക് കിട്ടിയില്ല എങ്ങനെയാണ് ഫംഗ്ഷൻ എങ്ങനെ ഇരിക്കണത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണമെന്ന് ഡിക്ലെയർ ചെയ്യണമെന്ന്. അപ്പൊ ബേസിക്കലി നമ്മുടെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ നമുക്ക് വീണ്ടും 4 രീതിയിൽ എഴുതാം. നിങ്ങൾ കാണില്ലേ ആ ഫംഗ്ഷൻസിനകത്ത് റിട്ടേൺ ടൈപ്പ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് 4 രീതിയിൽ എഴുതാൻ പറ്റും. 4 ചോയ്സ് ഉണ്ട് നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ എഴുതണേന്ന്. ഫസ്റ്റത്തെ ടൈപ്പാണ് എന്താ ആർഗ്യുമെന്റ് പാസ്ഡ്. ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ പാരാമീറ്റർ. നമ്മളിപ്പോ ആർഗ്യുമെന്റും പാരാമീറ്ററും ഞാൻ പറയണ്ടേ, രണ്ടും സെയിം കൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യില്ലേ, ഫംഗ്ഷൻ എഴുതൂലേ, ഫംഗ്ഷൻ എഴുതുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യണ പാരാമീറ്റേഴ്സ്, ആ ഇൻപുട്സിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോൾ ചെയ്യില്ലേ, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മളൊരു കുറച്ച് വാല്യൂസ് പാസ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കണത്, നമ്മൾ ആർഗ്യൂ ചെയ്യണത്, നമ്മൾ അങ്ങോട്ട് കൊടുക്കണത്, അതാണ് ആർഗ്യുമെന്റ്. ഇപ്പൊ ഫസ്റ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ ആർഗ്യുമെന്റ് പാസ്ഡ്. ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തിരിച്ച് കിട്ടണമുണ്ട്, റിട്ടേൺ വാല്യൂ ഉണ്ട്. പിന്നെ നമ്മൾ ആർഗ്യുമെന്റ്സ് ഒന്നും പാസ് ചെയ്യണം, പക്ഷെ റിട്ടേൺ ടൈപ്പ് ഉണ്ട്. ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒന്നും ഇങ്ങോട്ട് റിട്ടേൺ കിട്ടണില്ല. പിന്നെ അങ്ങോട്ടൊന്നും കൊടുക്കണില്ല, നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടണില്ല. ഇങ്ങനെ നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വീട്ടിലൊരു ജോലിക്കാരനുണ്ട്, ഒരു ഹൗസ് ഓണർ ഉണ്ട്. അപ്പൊ ഹൗസ് ഓണർ പറയാണ് ഓക്കെ, ജോലിക്കാരനോട് പറയാണ് നീ കടയിൽ പോകും. കടയിൽ പോകുമ്പോ ആർഗ്യുമെന്റ് പാസ്ഡ്, അതായത് കടയിൽ പോകണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ. ഹൗസ് ഓണർ ജോലിക്കാരന് പൈസ കൊടുത്തു, പുള്ളിക്കാരൻ കടയിൽ പോയിട്ട് എന്തോ മേടിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ ഒരു ദിവസം ഹൗസ് ഓണർ ജോലിക്കാരനോട് പറയാണ് ഓക്കെ നീ കടയിൽ പോകുന്ന പറയും, പക്ഷെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. പുള്ളി അവിടെ പോയി സാധനം മേടിച്ചു, അത് പൈസ പിന്നെ തരാന്ന് പറഞ്ഞാൽ പറ്റില്ല ചെയ്തിട്ട് വന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ ഹൗസ് ഓണർ ജോലിക്കാരനോട് പറയാണ് കടയിൽ പോയിട്ട് പോവാ. പുള്ളി പൈസ കൊടുത്തു, പക്ഷെ പുള്ളിക്ക് എന്തൊക്കെ കാരണം കൊണ്ട് പുള്ളി കടയൊന്നും പോയില്ല, പുള്ളി ഒന്നും തിരിച്ചു കൊണ്ടുവന്നില്ല. പിന്നെ വേറെ ദിവസം ജോലിക്കാരനോട് തന്നെ പറയണം നീ കടയിൽ പോകുന്നത്, പക്ഷെ പുള്ളിക്കാരനൊന്നും കൊടുത്തൂല. കൊടുക്കാത്തതുകൊണ്ട് പുള്ളി ഒന്നും ഇങ്ങോട്ട് മേടിച്ചോണ്ട് വന്നൂല. പിന്നെ നമുക്ക് 4 രീതിയിൽ ഫംഗ്ഷൻ എഴുതാം. അപ്പൊ നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ ഫംഗ്ഷൻ ഇല്ലേ, ആ ഫംഗ്ഷൻ തന്നെ നമുക്ക് 4 രീതിയിൽ എഴുതി വെക്കാം. നമ്മൾ നേരത്തെ ഇത് സംഭവം അത് തന്നെയാണ് ഫസ്റ്റ് ടൈപ്പ്. ഇവിടെ നോക്കുവാണെങ്കിൽ കണ്ടോ, നമ്മൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്. ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്, നമുക്ക് റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും കിട്ടണമുണ്ട്. ഇതിനാണ് നമ്മൾ ഫസ്റ്റ് ടൈപ്പ്. ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും കിട്ടണമുണ്ട്. ഓക്കെ, ഇത് റൺ ചെയ്യുന്ന നോക്കൊന്നും വേണ്ട, നമ്മൾ ഇച്ചിരി മുമ്പ് എഴുതിയതാണല്ലോ. നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം, നമുക്ക് ബോറടിക്കൂലേ. അടുത്ത ടൈപ്പ് ഉണ്ടോ നോക്കുക, കോഡ് കുറച്ചും കൂടെ ക്ലീൻ ആയില്ലേ മറ്റിനേക്കാളും. മെയിൻ ഫംഗ്ഷൻ കുറച്ചുകൂടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ 4 ടൈപ്പ് എഴുതാനായിട്ട് ഉദ്ദേശം. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാം, അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ എങ്ങനെയാണ് ഫംഗ്ഷൻ എഴുതണത്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ഫുള്ള് നിങ്ങളുടെയിലാണ് ഡിപ്പെൻഡൻസി ഇരിക്കുന്നത്. ഇവിടെ നോക്കുകയാണ് കണ്ടോ, നമുക്ക് ഒരു എന്താ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണ ആവശ്യം വന്നു. ഓക്കെ, ആഡ് ഫംഗ്ഷൻ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ആഡെന്ന് മാത്രം വിളിച്ചോളൂ. ഈ ആഡ് ഫംഗ്ഷൻ ആണ് എല്ലാം കെയർ ചെയ്യണത്. അതായത് പുള്ളിക്കാരനാണ് 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്ത് മേടിച്ചിട്ട് പുള്ളി എന്തോ തിരിച്ചെന്റ് സമ്മ് തിരിച്ചെന്റ്, അത് ഇന്റിജർ ടൈപ്പ് ആണ്. ആ സമ്മ് ഇവിടേക്ക് പാസ് ചെയ്യും. കണ്ടോ, മറ്റേ പ്രോഗ്രാമായിട്ട് യാതൊരു വ്യത്യാസമില്ല. സമ്മ് നമുക്ക് 30 നമുക്ക് തിരിച്ചെന്റ്. ഇതാണ് സെക്കൻഡ് ടൈപ്പ്. അതായത് ആർഗ്യുമെന്റ് ഒന്നും പാസ് ചെയ്യാനുള്ള, പക്ഷെ നമുക്ക് ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ട്, എന്തായാലും ഫംഗ്ഷൻ തിരിച്ചെന്റ്. തേർഡ് ടൈപ്പ് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ മെയിൻ ഫംഗ്ഷൻ ആണ് ആ എ ബി എന്നുള്ള ആ നമ്പേഴ്സ് മേടിക്കേണ്ട ഉത്തരവാദിത്വം മെയിൻ ഫംഗ്ഷന്റെ ആണ്. ആഡ് എന്നുള്ള ഫംഗ്ഷന്റെ ഉത്തരവാദിത്വം ജസ്റ്റ് ആഡ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യുക, ആഡ് ചെയ്യുക പ്രിന്റ് ചെയ്യുക, പുള്ളിയൊന്നും തിരിച്ചെന്നില്ല. അതായത് നമ്മളിവിടെ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ നിന്ന് തിരിച്ചെന്തോ ഇല്ല, തിരിച്ചു തരാത്തോണ്ട് നമ്മൾ വോയിഡ് എന്ന് ഇട്ട് കൊടുത്തു. നമുക്കൊരു ഫംഗ്ഷൻ ഒന്നും തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മളതിന് വോയിഡ് എന്ന് കൊടുക്കും. വോയിഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ലായ്മ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്, ഒന്നും റിട്ടേൺ ചെയ്യാറില്ല, സെയിം റിസൾട്ട് തന്നെ.
ഓക്കെ, ഇത് കണ്ടോ ഈ ഫോർത്ത് ടൈപ്പ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. അതായത് ആഡ് ഫംഗ്ഷൻ ആണ് എല്ലാം കെയർ ചെയ്യണത്, പുള്ളിയാണ് നമ്പേഴ്സ് മേടിക്കണതും അവിടെ വെച്ച് തന്നെ പ്രോസസ്സ് ചെയ്തിടും. നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ എപ്പോഴാണ് നമുക്ക് ഒരു 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം തോന്നുമ്പോൾ അപ്പൊ നമ്മൾ ജസ്റ്റ് ആഡ് മെയിൻ ഫംഗ്ഷൻ ആഡിനെ വിളിക്കുകയാണ്. ഓക്കെ, ഇനി 2 നമ്പേഴ്സിന് എടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക, അവിടെ വെച്ച് പ്രിന്റ് ചെയ്യുക. പുള്ളിയാണ് എല്ലാ കാര്യം ഏറ്റെടുക്കുന്നത്. നോക്കുമ്പോൾ ആഡ് ഫംഗ്ഷനകത്ത് സമ്മ് നം1 നം2 അതിന് 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാൻ പറയണം. നമ്മുടെ കമ്പ്യൂട്ടേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. അതിന് ആ പ്രോസസ്സ് അവിടെ വെച്ച് തന്നെ എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ നേരെ തിരിച്ച് ഇവിടേക്ക് വന്നു റിട്ടേൺ 0 കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഈ 4 ഫംഗ്ഷൻ കണ്ടില്ലേ, 4 ഫംഗ്ഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതാട്ടോ. അതായത് ഇതെല്ലാം നിങ്ങളുടെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഫംഗ്ഷൻ പ്രോഗ്രാമിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, ഫങ്ഷൻസിനൊക്കെ എങ്ങനെ ക്യാപ്സുൽ എഴുതി വെക്കണം, അതൊക്കെ ഫുള്ളി നിങ്ങളുടെയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ടൈപ്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് മനസ്സിലായില്ലേ? ഇത് മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ അടുത്തത് സ്കോപ്പ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് സ്കോപ്പ്. മിക്കവർക്കും പ്രോഗ്രാമിൽ എറർ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ബിഗിനേഴ്സിന്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആയിക്കോളും. സ്കോപ്പ് എന്താണ് സ്കോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരാൾ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ സാധ്യത ഉണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രോഗ്രാമിൽ സ്കോപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മളൊരു വേരിയബിൾ, സ്കോപ്പ് മെയിൻലി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വേരിയബിൾസ് ആയിട്ടാണ്. അതായത് ഒരു വേരിയബിളിന്റെ എക്സിസ്റ്റൻസ്, അതായത് സാധ്യത, ഒരു വേരിയബിളിന്റെ സാധ്യത, ഒരു പ്രോഗ്രാമിൽ വേരിയബിളിന്റെ സാധ്യത, അതിനെയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഏരിയ, ആ ഒരു റീജിയൻ ആണത്. ആ റീജിയൻ കഴിഞ്ഞാൽ നമുക്ക് ആ വേരിയബിളിന് എടുക്കാനൊന്നും പറ്റൂല. ആ വേരിയബിള് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ വേരിയബിൾ അവിടെ ഇല്ല. ആ ഒരു റീജിയനിൽ മാത്രമേ ഈ ഒരു വേരിയബിൾ കാണാൻ പറ്റുള്ളൂ. മെയിൻലി 3 റീജിയൻസ് ആണ്. ഒന്ന് ലോക്കല്, പിന്നെ ഗ്ലോബല്, ഫോർമല്. അതായത് ലോക്കലിന് ഉദ്ദേശിക്കുന്നത് ഇൻസൈഡ് ഓഫ് ഫംഗ്ഷൻ ഓർ എ ബ്ലോക്ക്, ഒരു ഫംഗ്ഷന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിന്റെ ഉള്ളിലോ ആയിട്ടുള്ളതാണ് ലോക്കൽ വേരിയബിൾസ്. ഈ ബേസിക്കലി ഈ ലോക്കൽ വേരിയബിൾസും ഫോർമൽ വേരിയബിൾസും രണ്ടും സെയിം ആട്ടോ. നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പേര് വിളിച്ചേ ഉള്ളൂ. പിന്നെ ഔട്ട്സൈഡ് ഓഫ് ഫങ്ഷൻസ്, അതായത് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് വെച്ചാൽ ആർക്കും എപ്പോ വേണമെങ്കിൽ എടുക്കാം. ആ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യണതിന് തൊട്ട് മുമ്പ് വരെ നമുക്ക് ഈ വേരിയബിൾസ് നമുക്ക് ആക്സസിബിൾ ആണ്. ഇത് ഓരോന്നും നോക്കാം. ഓക്കെ, എന്താണ് ലോക്കൽ വേരിയബിൾസ്? ലോക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ബ്ലോക്കിന്റെ ഉള്ളിലോ ഒരു വേരിയബിൾസ് എടുക്കുകയാണെങ്കിൽ അതിനാണ് ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതെന്തൊരു വീട്, ഈ വീടിനകത്തൊരു ആപ്പിൾ മരം ഉണ്ട്. ഇപ്പൊ എനിക്ക് മാത്രമേ ഈ ആപ്പിൾ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരാളുണ്ട് കേട്ടോ, പുറമേന്ന് ഒരാൾ വന്ന് ഈ ആപ്പിൾ എടുക്കാൻ നോക്കിയാൽ നമുക്ക് പറ്റുമോ? ഇല്ല. ഈ ഓണറിന്റെ അനുവാദം വേണം. ഇപ്പൊ നമ്മൾ പ്രോഗ്രാമിന്റെ ഒരു വ്യൂ കാണും കേട്ടോ. ഇപ്പൊ നമ്മള് പുറമേന്ന് നമ്മളിത് ആക്സസ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, നമുക്കിത് പറ്റൂല, ഈ വേരിയബിൾ നമുക്ക് എടുക്കാൻ പറ്റൂല. അപ്പൊ ഇതിനാണ് ഈ ആപ്പിൾ ഇല്ലേ, ഇതാണ് നമ്മുടെ വേരിയബിൾ. അപ്പൊ ഇതുണ്ടോ ഈ റീജിയൻ ചുറ്റിപ്പെട്ടാണ് ഇതിരിക്കുന്നത്. അപ്പൊ ഇതിനാണ് നമ്മൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്ലോബൽ വേരിയബിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് പ്ലേസസ് ഇല്ലേ, പബ്ലിക് ആയിട്ടുള്ള പ്ലേസസിൽ ആർക്കും എന്താണ് നടുകയും ചെയ്യാം, എന്താണ് പറിക്കുകയും ചെയ്യാമല്ലോ. അപ്പൊ ആർക്കും എന്തുവേണേലും നടുകയും ചെയ്യാം, എന്തുവേണേലും പറിക്കുകയും ചെയ്യാം. അപ്പൊ അവിടെ എല്ലാവർക്കും ആക്സസ് ഉണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുക. അത് ഗ്ലോബൽ വേരിയബിൾസ് എൻറ്റയർലി ടോപ്പ് ലെവലായിട്ട്, അതായത് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ആ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാം. അപ്പൊ അതിനാണ് നമ്മൾ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഫോർമൽ വേരിയബിൾസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സെയിം കൺസെപ്റ്റ്, ലോക്കൽ വേരിയബിൾസിന്റെ സെയിം കൺസെപ്റ്റ്. പക്ഷെ അത് ഫങ്ഷൻസിന്റെ ഉള്ളിൽ പറയുകയാണെങ്കിലാണ് അത് ഫോർമൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫോർമൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ലോക്കൽ വേരിയബിൾസിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ ഇവിടെ ആപ്പിളിന് എന്നൊരു വേരിയബിൾ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ബ്ലോക്ക് ഈ 1 എന്ന് ഉദ്ദേശിക്കുന്ന ട്രൂ ആട്ടോ. എനിത്തിങ് അതർ ദാൻ 0 നമ്മൾ എപ്പോഴും ട്രൂ ആയിട്ടാണ് എടുക്കുന്നത്. 0 നമ്മൾ ഫോൾസ് ആയിട്ട്. ഇവിടെ ട്രൂ ആയാലും കുഴപ്പമില്ല, പക്ഷെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ 1 ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ
ഇവിടെ ഈ ബ്ലോക്ക് നോക്കുമ്പോൾ ഇവിടെ ഇന്റ് ആപ്പിൾ ഈക്വൽ ടു 10 പ്രിന്റ് ഓഫ് പേഴ്സണേജ് ആപ്പിൾ. അപ്പൊ ഇവിടെ ഈ ആപ്പിള് ഇവിടെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ പുറമേന്ന് ഒന്നൊരാൾ ആപ്പിൾ എടുക്കാൻ നോക്കുവാണെങ്കിൽ അത് എററായിട്ടാണ് കാണിക്കുന്നത്. എന്താണ് അൺഡിക്ലെയർഡ് ഐഡന്റിഫൈഡ് ആപ്പിള്, ആപ്പിൾ എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. ഇതാണ് എന്താ ഉദ്ദേശിക്കണ ലോക്കൽ വേരിയബിൾ എന്ന് ഉദ്ദേശിക്കണ അതാണ്. ഇനി ഗ്ലോബൽ ആയിട്ട് നമ്മളൊരു ഇന്റ് ആപ്പിൾ ഈക്വൽ ടു 20 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഈ ബ്ലോക്ക് ഉണ്ടോ, ഈ ബ്ലോക്കിനകത്ത് ഈ പ്രിന്റ് ഓഫ് ആപ്പിൾ പ്രിന്റ് ചെയ്യുന്ന നേരത്തെ അത് നോക്കണം എന്ന് വെച്ചാൽ ഇത് ഈ ആപ്പിൾ ലോക്കലായിട്ട് എവിടെയും കിടക്കണോ എന്ന് നോക്കും. ഈ ലോക്കലായിട്ട് എവിടെയെങ്കിലും ആപ്പിൾ കിടക്കണോ നോക്കും. അപ്പൊ ഇവിടെ കിടക്കണ്ട, ഓക്കെ 10. അപ്പൊ ഞാൻ അത് പ്രിന്റ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആപ്പിള് പ്രിന്റ് ചെയ്യാൻ നോക്കി. ആപ്പിള് ഇവിടെ ഒന്നും കിടക്കണില്ല, ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ കിടക്കണില്ല, ഇവിടെ കിടക്കണില്ലാത്തോണ്ട് പിന്നെ നമ്മൾ ഇവിടെയാണ് നോക്കണം. ഈ ഇതുണ്ട് ഈ ഏരിയയിൽ വെക്കും. ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ നേരെ ഗ്ലോബൽ നോക്കാണ്. കണ്ടോ ഇവിടെ ആപ്പിൾ ഈക്വൽ ടു 20 നടക്കുന്നുണ്ട്. അപ്പൊ ഈ ആപ്പിള് 20 പ്രിന്റ് ചെയ്യും. കണ്ടോ 10 20. ഇത് ഇൻ കേസ് ഫോർമൽ പാരാമീറ്റേഴ്സ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ഈ പ്രോഗ്രാം അനലൈസ് ചെയ്യാം. ഇത് പ്രോഗ്രാമിനകത്ത് ഇന്റ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞ ഗ്ലോബൽ ആയിട്ടൊരു വേരിയബിൾ ഉണ്ട്. അതിന് നമ്മുടെ ഫംഗ്ഷൻ ഞാൻ ഡിഫറെന്റ് ആയിട്ട് എഴുതിയേക്കണം. സമ്മ് ഇവിടെ ആ സമ്മിന്റെ കിടക്കണം. അരവിന്ദ്, പറഞ്ഞോ. മുമ്പ് എടുത്ത ടോപ്പിക് ഒന്നുകൂടെ പറയാമോ? ഏതാ മുമ്പ് എടുത്ത പ്രോഗ്രാം? ആപ്പിളിന്റെയാ? ആ ഓക്കെ, ഇപ്പൊ പറയാലോ. പ്രോഗ്രാം കാണാനുള്ളേ എന്താ മനസ്സിലാവാത്ത? ആരും ഡൗട്ട് വെച്ചാൽ ഞാൻ കണ്ടില്ല. അനഘ ഒന്ന് പറയാമോ? എന്നെ മനസ്സിലാത്തതൊന്ന് പറയാമോ? ലോക്കൽ പാരാമീറ്റേഴ്സിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ലോക്കൽ എന്നാണോ ഫോർമൽ എന്നാണോ ഞാൻ പറഞ്ഞത്? ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റ്? ലോക്കല്. ഓക്കെ, ലോക്കൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബ്ലോക്ക് ഉണ്ടോ, ഈ ബ്ലോക്ക് ഇതുണ്ടല്ലേ, ഈ ബ്ലോക്കിനകത്ത് ഈ ആപ്പിള് ഈ ഒരു ബ്ലോക്കിനകത്ത് മാത്രമാണ് കിടക്കുന്നത്. ഇവിടത്തെ ആളൊന്ന് ഈ ആപ്പിൾ എടുക്കാൻ നോക്കിയാൽ ഈ ഇൻ കേസ് ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല, ഇവിടത്തെ ആളൊന്ന് ഈ ആപ്പിൾ എടുക്കാൻ നോക്കിയാൽ അത് കിട്ടില്ല. കാരണം ഈ ഒരു റീജിയനിലാണ് ഈ ആപ്പിൾ ഉള്ളത്. നേരത്തെ ഞാൻ മറ്റേ പഴയ എക്സാമ്പിളില് പറയാം. കണ്ടോ ഈ നമ്മുടെ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കണ്ടോ നമ്മുടെ വീട്ടിനകത്ത് ഒരു ആപ്പിൾ ഉണ്ട്. ഇത് നമുക്ക് മാത്രമേ ആക്സസ് ആവുള്ളൂ. വേറെ പുറത്തുനിന്ന് ഒരാളൊന്ന് ആപ്പിൾ എടുക്കാൻ നോക്കിയാൽ അത് അയാൾക്ക് ഒരു നമുക്ക് അത് എടുക്കാൻ പറ്റുമോ? കോമൺലി അങ്ങനെ ആക്സസബിൾ അല്ലല്ലോ. അപ്പൊ അതാണ് നമ്മൾ ലോക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് കണ്ടോ ഇത് നമ്മുടെ വീടാന്ന് ഉദ്ദേശിക്കാം. നമ്മുടെ വീട് ഒരു ആപ്പിൾ ഉണ്ട്, പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇത് എടുക്കാൻ നോക്കിയാൽ അത് കിട്ടില്ല. കാരണം ഈ ആപ്പിളിനുള്ള വേരിയബിള് അതിന്റെ എക്സിസ്റ്റൻസ് ഇവിടെയാണ്, അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ഈ ആപ്പിളിനുള്ള വേരിയബിൾ ഇല്ല, മാഞ്ഞു പോയി, അവിടെ ഇല്ല, തീർന്നു. മനസ്സിലായോ? മനസ്സിലായി. താങ്ക് യു. ഓക്കെ, നമ്മുടെ അടുത്ത എക്സാമ്പിൾ ഇതും കൂടെ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ ക്ലിയർ ആവും. നമുക്ക് ഗ്ലോബൽ ആയിട്ട് ഒരു വേരിയബിൾ A=20, അത് കഴിഞ്ഞ് സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, അതിന്റെ പ്രോട്ടോടൈപ്പ് സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ വീണ്ടും 3 വേരിയബിൾസ് A B C, A=10, B=20, C=0. അതിന് ദ വാല്യൂ ഓഫ് A ഇൻ മെയിൻ. ഇപ്പൊ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് വാല്യൂ ഓഫ് A ഇൻ മെയിൻ ഫംഗ്ഷനിൽ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യണോ, അതിന് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യണോ. അത് കഴിഞ്ഞ് നമ്മൾ സിയുടെ വാല്യൂ നമ്മൾ നോക്കുകയാണ്. എന്താണ് സിയുടെ വാല്യൂ, അതിന് റിട്ടേൺ ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തേക്കാം. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് എയുടെ വാല്യൂ 10 ആണ് പ്രിന്റ് ചെയ്തത്. കാരണം എന്താ, ഇതാണ് മെയിൻ ഫംഗ്ഷന്റെ സ്കോപ്പ്, മെയിൻ ഫംഗ്ഷന്റെ റീജിയൻ. അപ്പൊ ഇവിടെ ഉള്ള വേരിയബിൾസിന്റെ ഒരു എക്സിസ്റ്റൻസ് ഇതിന്റെ ഉള്ളിലാണ്. അപ്പൊ നോക്കുകയാണ് പ്രിന്റ് ഓഫ് ദ വാല്യൂ ഓഫ് എ ഇൻ മെയിൻ പേഴ്സണേജ് എ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കണം. അപ്പൊ ഈ ലൈൻ
കമ്പയർ നോക്കുകയാണ്. ഓക്കെ, ഈ എ എവിടെയാണ്, ഇവിടെ അടുത്തുണ്ടോ നോക്കുമ്പോൾ നമ്മുടെ കണ്ടോ ഇവിടെ കിടക്കണ്ടേ, നമ്മുടെ ഈ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ കിടക്കണ്ടേ. അപ്പൊ ഈ 10 ഇവിടെ പാസ് ചെയ്യും, 10 പ്രിന്റ് ചെയ്യും. അടുത്തത് നമ്മുടെ ഈ ഫംഗ്ഷൻ വിളിച്ചു. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം വന്ന് നിൽക്കുന്നത് ഇവിടെ കേട്ടോ, ഫംഗ്ഷൻ എ ബി. ഈ 10ഉം 20 ആണ് ഇവിടെ ഉള്ളത്. ഈ എയുടെ സ്ഥാനത്ത് 10, ബിയുടെ സ്ഥാനത്ത് 20. ഓക്കെ, ഇതിനാണ് നമ്മൾ ഫോർമൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് ഈ ഫംഗ്ഷൻസ് കണ്ടില്ലേ, ഈ ഫംഗ്ഷൻസിന്റെ ഉള്ളിലാണ് ഇതിന്റെ സ്കോപ്പ് എന്ന് പറയാം. അപ്പൊ ഈ 10 നമ്മൾ ഇവിടെ കൊടുത്തു, 20 ഇവിടെ കൊടുത്തു. അപ്പൊ വാല്യൂ ഓഫ് എയും സമ്മ് 10, കാരണം എന്താ ഈ 10 ആണ് നമ്മളിവിടെ പാസ് ചെയ്തത്. ആ 10 നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അത് 10 പ്രിന്റ് ചെയ്തു. ബി ആണ് ഇവിടെ ഉള്ളത്. ബിയുടെ വാല്യൂ എന്താ 20 പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. എന്താ സം റിട്ടേൺ എ പ്ലസ് ബി. നിങ്ങൾക്ക് വേണമെങ്കിൽ സം എന്നുള്ള വേരിയബിൾ കൊടുക്കാണ്ട് എ പ്ലസ് ബി എന്ന് കൊടുക്കാം കേട്ടോ. ഈ എ പ്ലസ് ബി ഇവിടെ റിട്ടേൺ ചെയ്തു, സിയിലേക്ക് അസൈൻ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് മെയിൻ ഫംഗ്ഷൻ കണ്ടിന്യൂ ചെയ്യാണ്. പ്രിന്റ് എഫ് വാല്യൂ സി ഇൻ മെയിൻ ഫംഗ്ഷൻ നോക്കുകയാണ്. സിയുടെ വാല്യൂ എവിടെയാണ്, സിയുടെ വാല്യൂ കിടക്കുന്നത്. സിയുടെ വാല്യൂ ഇപ്പൊ എന്താ 10 + 20 30. അപ്പൊ സിയുടെ വാല്യൂ 30 പ്രിന്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയോ? പ്രോഗ്രാം മനസ്സിലായോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഹലോ, ഇപ്പൊ പറഞ്ഞു ഞാൻ മനസ്സിലായോ എന്നൊക്കെ? ഹലോ, ആരെങ്കിലും പറഞ്ഞാൽ മതി. അത് ഒന്നുകൂടി പറയോ? ഓക്കെ, ഏതെങ്കിലും പാർട്ട് ക്ലിയർ ആവാത്തുണ്ടോ? ഇപ്പൊ പറഞ്ഞ പാർട്ട് ഏതാ? ഈ ഫോർമൽ, ഇത് ഈ ഏരിയ ആണോ ഫോർമൽ? അല്ല, അതിന്റെ മേലത്തെ സിന്റെ വാല്യൂ കിട്ടുന്നുണ്ട്. സിയുടെ വാല്യൂ നോക്കുക. നമ്മളിവിടെ 10ഉം 20 ആണോ ഉള്ളത്. നമ്മളിവിടെ റിട്ടേൺ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യണ്ടല്ലോ. ഇപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ന് പറയണത് ഞാൻ പറയാം, ഇവിടെ 20 ആണ് റിട്ടേൺ ചെയ്യണത്. അപ്പൊ ഈ ബേസിക്കലി ഈ സം ഓഫ് എ പ്ലസ് ബി എന്താണ് നമുക്ക് റിട്ടേൺ ചെയ്യണത്? 20 എന്ന വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യണത്. ഫംഗ്ഷൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്യണ്ടല്ലോ. ഇവിടെ ഇന്റ് ഉണ്ട്. അപ്പൊ ഇൻഡിജർ ടൈപ്പ് വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ ഈ 20 ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ആദ്യം പിന്നെ എന്തിനാ സമ്മില് എ ബി പാരാമീറ്റർ കൊടുത്തത്? എന്താ ഇവിടെയാണോ? സി ഈക്വൽ ടു അല്ല, കുറച്ചും താഴെ ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ അവിടെ സമ്മ് എ ബി പാരാമീറ്റർ കൊടുത്തില്ലേ? നമ്മൾക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യണ്ടേ? ഇവിടെ നമ്മൾ ഇത് കൺഫ്യൂഷൻ ആയല്ലേ? ഓക്കെ, അതായിരിക്കും. ഇവിടെ ഒന്നും കൊടുക്കട്ടോ, ഞാൻ 1 M2 കൊടുത്തു. എനിക്ക് ഡൗട്ട് വരുമെന്ന് അറിയാം, ആരും ചോദിക്കുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇട്ടത്. ക്ലിയർ ആയോ? ഓക്കെ, ഫോർമൽ വേരിയബിൾസ്, ഈ ഫോർമൽ പാരാമീറ്റേഴ്സ് നമുക്ക് മനസ്സിലായി കാണും. ഫംഗ്ഷൻസിന്റെ ഉള്ളിൽ ചുറ്റിപ്പറ്റിയേക്കാണ് വേരിയബിൾസ്. ഇപ്പൊ ബേസിക്കലി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളു? ഇതിന് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ടെല്ലാം ഉണ്ടോ? ഏതെങ്കിലും ടോപ്പിക് ഒന്നുകൂടെ എടുക്കണോ, റിവൈസ് ചെയ്യണോ? ഹലോ, ഡൗട്ട് ചോദിച്ചാല് ഞാൻ ഒരു പകുതി 3:30 ആയപ്പോൾ ഞാൻ വന്നത്. ഈ നമ്മള് ഒരു പ്രോഗ്രാം എഴുതുമ്പോ നമ്മളൊരു ഫംഗ്ഷന്റെ ഉള്ളിൽ ചെയ്യണം ഈ മെയിൻ എന്ന് പറഞ്ഞിട്ട്. ഫംഗ്ഷൻ ഒന്നുകൂടെ എടുത്ത് ഇപ്പൊ ടോപ്പിക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഫംഗ്ഷൻ 2 ഞാൻ പറയാം. ഓക്കെ, ഇവിടെ തുടങ്ങും. ഇപ്പൊ ബേസിക്കലി ഫംഗ്ഷൻ ഞാൻ പറഞ്ഞ ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ് സം കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ നോക്കണോ, ഇൻപുട്ട് അടക്കണോ, നമ്മുടെ കമ്പ്യൂട്ടേഷൻ പ്രോസസ്സോ, നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് തന്നെ. അത് കഴിഞ്ഞ് 2 ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. ലൈബ്രറി ഫംഗ്ഷൻസ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്. ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിന്റ് എഫ് സ്കാൻഎഫ് ഇല്ലേ, അതാണ് ലൈബ്രറി ഫംഗ്ഷൻസ്. ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്, അതിനാണ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറയാം. പിന്നെ ഇതായിരിക്കും മനസ്സിലാവാത്തത്, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. അതായത് നമുക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതാം, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഇങ്ങനെയാണ് എഴുതാം. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ്. റിട്ടേൺ ടൈപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് നമുക്കൊരു വേരിയബിൾ നമുക്ക് തിരിച്ചു തരും, എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമുക്ക് തിരിച്ചു തരും. അതിന്റെ ടൈപ്പ്, അതായത് ഇൻ കേസ് അത് തന്നെ ഒന്നും തിരിച്ചു തന്നില്ലെങ്കിൽ വോയിഡ് എന്ന് എഴുതും. നമുക്ക് ആ ഫംഗ്ഷൻ നമുക്ക് ഒന്നും തിരിച്ചു തന്നില്ലെങ്കിൽ നമുക്ക് വോയിഡ് എന്ന് എഴുതും. ഓക്കെ, പിന്നെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണത്, ഫംഗ്ഷൻ ഡിക്ലറേഷൻ
ഡെഫിനേഷൻ മനസ്സിലായില്ലേ? ഡിക്ലറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ആ ഫംഗ്ഷന്റെ സിഗ്നേച്ചർ കൊടുക്കുകയാണ്, ഒരു പ്രോട്ടോടൈപ്പ് കൊടുക്കുകയാണ്. ഓക്കെ ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. മെയിൻ ഫംഗ്ഷൻ എങ്ങനെയാന്ന് മനസ്സിലായിരുന്നോ? മെയിൻ മനസ്സിലായില്ല, ഞാൻ ഫസ്റ്റ് എത്തിയില്ലായിരുന്നു. മെയിൻ കൂടി പറയാം. ഓക്കെ, മെയിൻ പറയാം. മെയിൻ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബോഡി ഒരു പ്രോഗ്രാം എന്ന് വിചാരിക്കാം. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലത്തെ ഒരു മെയിൻ ഫംഗ്ഷൻ ആണ് ബ്രെയിൻ ആണ് മറ്റുള്ളത് കൺട്രോൾ ആണ്. ഇപ്പൊ ബ്ലഡ് സർക്കുലേഷൻ ആണെങ്കിൽ നമ്മൾ ഹേർട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, ഹേർട്ടിന്റെ ഹെൽപ്പ് ഇടും. നമുക്ക് ടച്ച് ചെയ്യണമെങ്കിൽ സ്കിന്ന്, സംസാരിക്കണമെങ്കിൽ നാവ്. ഓക്കെ, അതാണ് മെയിൻ ഫംഗ്ഷന്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കോഡിനെ കൺട്രോൾ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കോഡ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ചെയ്യുക, എന്തെങ്കിലും തിരിച്ചുവിടുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ മെയിൻ ഫംഗ്ഷൻ എന്തെങ്കിലും എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. മെയിൻ ഫംഗ്ഷൻ അതിനുള്ള ഒരു പവർ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ ഇൻഡ് മെയിൻ കൊടുത്തിട്ടുണ്ട് റിട്ടേൺ 0. റിട്ടേൺ 0 എന്തിനാ കൊടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ ടൈപ്പ് ഓൾറെഡി ഇൻഡ് ആണ്. നമുക്ക് വോയിഡ് കൊടുത്താൽ റിട്ടേൺ കൊടുക്കണ്ട. നമുക്കൊന്നും തിരിച്ചു വേണ്ടെങ്കിൽ ഓക്കെ വോയിഡ് കൊടുത്താൽ മതി. നമ്മൾ ഇൻഡ് മെയിൻ എന്തിട്ടെന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം സക്സസ്ഫുൾ ആയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും പനി എന്തെങ്കിലും വന്നാൽ നമ്മൾ ബോഡി സിംറ്റംസ് എല്ലാം കാണിക്കൂലേ? അപ്പൊ അതുപോലെ മെയിൻ ഫംഗ്ഷൻ എന്തെങ്കിലും എറർ എന്തെങ്കിലും വന്നാൽ ഈ മെയിൻ ഫംഗ്ഷൻ നമുക്ക് 0 അല്ലാത്ത ഏതെങ്കിലും വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യും. മോസ്റ്റ്ലി 1 ആണ് റിട്ടേൺ ചെയ്യണത്. ഈ ഫംഗ്ഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റിട്ടേൺ 1 കൊടുക്കും, അല്ലെങ്കിൽ ഫംഗ്ഷൻ സക്സസ്ഫുൾ ആയ റിട്ടേൺ 0 കൊടുക്കും. ഇതാണ് മെയിൻ ഫംഗ്ഷൻ. പിന്നെ ഇവിടെ നമുക്കൊരു ആഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ആഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതാണ് ഫംഗ്ഷന്റെ ഹെഡർ. ഇൻഡ് ആഡ് ഇൻഡ് num1 num2. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത ഇൻഡിജർ ടൈപ്പ് ആണ്. പാരാമീറ്റേഴ്സിന്റെ ടൈപ്പ് ഇൻഡ് ആണ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഹെഡർ. അത് നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാണ്. ഇൻഡ് ആഡ് ഇൻഡ് num1 ഇൻഡ് num2 ഇൻഡ് സം ഈക്വൽ ടു 0 സം ഈക്വൽ ടു num1 പ്ലസ് num2 റിട്ടേൺ സം റിട്ടേൺ ചെയ്യാണ്. ഇതിന്റെ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇവിടെ കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ എഴുതാൻ നമുക്ക് 2 രീതിയിൽ ഫംഗ്ഷൻ എഴുതാട്ടോ. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി, ഓക്കെ, എനിക്ക് ഇങ്ങനെ എഴുതണ്ട, ഇവിടെ കുറച്ച് ബൾക്ക് ആക്കണ്ട. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കോപ്പി ചെയ്യുക, ഇത് കൊടുത്തിട്ട് ഇത് കൊടുത്തു. ഓക്കെ, ഇതിനാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. അതായത് നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ ഇരിക്കുന്നു, ഒറ്റ നോട്ടത്തിൽ ഒരാൾ വന്നാൽ ഫംഗ്ഷൻ എങ്ങനെ ഇരിക്കും നോക്കുവാണ്. ഓക്കെ, ഈ ഫംഗ്ഷന്റെ പേര് ആഡ് എന്നാണ്. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അഡീഷൻ ആണ് ചെയ്യണം. ഫംഗ്ഷൻ നെയിം കൊണ്ടാണ് കിട്ടുന്നത്. പിന്നെ 2 പാരാമീറ്റേഴ്സ് എടുക്കുന്നുണ്ട്, ഇൻഡിജറിന് 2 ഫംഗ്ഷൻസ് എടുക്കുന്നുണ്ട്, num1 num2. റിട്ടേൺ ആയിട്ട് സമ്മിന്റെ റിട്ടേൺ ടൈപ്പ് ഒരു ഇൻഡിജർ ആണ്. കണ്ടു നോക്കിയാൽ നമുക്ക് 30 നമുക്ക് തിരിച്ചുണ്ട്. ബേസിക്കലി ഇതാണ് ഫങ്ഷൻസ്. പിന്നെ ഫങ്ഷൻസ് നമുക്ക് 4 രീതിയിൽ എഴുതാം. ഓക്കെ, 4 രീതിയാണ് പറയാം. ഫംഗ്ഷൻ നമുക്ക് 4 രീതിയിൽ എഴുതാം. അതായത് ഇപ്പൊ ഫംഗ്ഷൻസിനകത്ത് എന്തെങ്കിലും ആർഗ്യുമെന്റ് നമുക്ക് പാസ് ചെയ്യാം. ഈ പാരാമീറ്റേഴ്സ് ആർഗ്യുമെന്റ് 2 ഒന്നും കേട്ടോ. എന്ന് വെച്ചാൽ പാരാമീറ്റേഴ്സ് ഒന്നില്ലേ, പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നതാണ് പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യില്ലേ, കോൾ ചെയ്യാൻ നേരത്ത് നമുക്ക് ഫംഗ്ഷനകത്ത് എന്തെങ്കിലും പാസ് ചെയ്യില്ലേ, ആ വേരിയബിൾസിനാണ് നമ്മൾ എന്താ പറയാ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് 4 ടൈപ്പ് നമുക്ക് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എഴുതാം. ഒന്നെങ്കിൽ ആ ഫംഗ്ഷൻ എന്തെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കും, ഫംഗ്ഷൻ നമ്മൾ ആർഗ്യുമെന്റ് എന്തെങ്കിലും കൊടുക്കും, തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും തരും. രണ്ടാമെന്ന് വെച്ചാൽ നമ്മൾ ആർഗ്യുമെന്റ് ഒന്നും പാസ് ചെയ്യില്ല, നമ്മളൊന്നും കൊടുക്കണം, പക്ഷെ ഫംഗ്ഷൻ എന്തോ നമുക്ക് തിരിച്ചുണ്ട്. പിന്നെ 3ാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ടൊന്നും തിരിച്ചെന്നില്ല, ഫംഗ്ഷൻ നമുക്ക് ഒന്നും തിരിച്ചെന്നില്ല. 4ാമത്തെന്ന് വെച്ചാൽ ഫംഗ്ഷൻ അങ്ങോട്ടൊന്നും കൊടുക്കണമില്ല, ഫംഗ്ഷൻ ഇങ്ങോട്ട് മേടിക്കില്ല, എല്ലാം ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെയാണ് ചെയ്യണത്. നമുക്ക് ആ 4 രീതിയിൽ ഞാൻ നോക്കാം. ഇത് തന്നെയാണ് ഫസ്റ്റ്. കണ്ടോ, ഇവിടെ നമ്മൾ ആർഗ്യുമെന്റ്സ്, ഇതിനെ ആർഗ്യുമെന്റ്സ് എന്ന് പറയും, ഇതിനെ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഇപ്പൊ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. ഇനി സെക്കൻഡ് ടൈപ്പ്.
സെക്കൻഡ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ കണ്ടോ ഫംഗ്ഷൻ അധികം നമ്മളൊന്നും പാസ് ചെയ്യാനുള്ള ഈ മെയിൻ നമ്മൾ ജസ്റ്റ് ഇവിടെ മെയിൻ ഫംഗ്ഷനെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം മെയിൻ ഫംഗ്ഷൻ ആഡ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചു. ഈ ഫംഗ്ഷനാണ് കണ്ടോ ഇവിടെ 2 നമ്പേഴ്സ് എടുത്തു, അതിനെ ആഡ് ചെയ്തു, എന്നിട്ട് സമ്മ് റിട്ടേൺ ചെയ്തു. ഈ സമ്മിന്റെ ഈ വാല്യൂ ആണ് ഇവിടെ പിന്നെ റീപ്ലേസ് ചെയ്യും. ഇവിടെ ഇപ്പൊ 10 + 20 കൊടുക്കണമെങ്കിൽ 30 ഇവിടെ റീപ്ലേസ് ചെയ്യും. ഇതാണ് സെക്കൻഡ് ടൈപ്പ്. തേർഡ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ കേട്ടോ നമ്മൾ ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫംഗ്ഷൻ തിരിച്ചു ചെയ്യാനുള്ള. അതായത് ഇവിടെ മെയിൻ ഫംഗ്ഷൻ 2 നമ്പേഴ്സ് എടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് മെയിൻ ഫംഗ്ഷൻ ആഡിനെ വിളിച്ചു. ഓക്കെ, എനിക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അത് അവിടെ തന്നെ പ്രിന്റ് ചെയ്യാണ്. ആഡ് എന്നുള്ള ഫംഗ്ഷൻ നമ്പേഴ്സിനെ ആഡ് ചെയ്തു, എന്നിട്ട് അവിടെ പ്രിന്റ് ചെയ്തു. അതാണ് ഞാൻ വോയിഡ് എന്നിട്ടാണ്. വോയിഡ് എന്ന് വെച്ചാൽ നമ്മളൊന്ന് റിട്ടേൺ ചെയ്യാനുള്ള. ഇതാണ് തേർഡ് ടൈപ്പ്. ഫോർത്ത് ടൈപ്പ് ഇതാണ്ടോ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷൻ എപ്പോഴാണോ 2 ഫംഗ്ഷൻ ആഡ് ചെയ്യുക, അതായത് നമുക്ക് 2 ഫംഗ്ഷൻ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണമെന്ന് തോന്നിയാൽ നമ്മൾ ജസ്റ്റ് ആഡെന്ന് വിളിക്കണുള്ളൂ. ഈ ഫംഗ്ഷനാണ് എല്ലാ കാര്യം ഏറ്റെടുക്കുന്നത്. 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്ത് മേടിച്ചു, അത് കഴിഞ്ഞ് അതിനെ ആഡ് ചെയ്തിട്ട് അതിനെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇതിനാണ് ഫോർത്ത് ടൈപ്പ് ഫംഗ്ഷൻ. ക്ലിയർ ആയോ? ക്ലിയർ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്കോപ്പില് ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടോ? കുലിഞ്ഞ് ഇത്രേ ഉള്ളൂ. അതിന് എന്നാ കഴിഞ്ഞില്ലേ? അപ്പം ഇനി ഡൗട്ട് ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്ത് ചോദിക്കാം.